നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചിയുടെ സമൃദ്ധി ഇനി മുതൽ ഫോർട്ട് കൊച്ചിയിലും. സമൃദ്ധി ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മിതമായ നിരക്കിൽ ഭക്ഷണം നൽകി ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ കൊച്ചിയുടെ സമൃദ്ധി ഫോർട്ട് കൊച്ചിയിലും പ്രവർത്തനം ആരംഭിച്ചു. ഫോർട്ട് കൊച്ചി റോറോ ജെട്ടിക്ക് സമീപത്തെ പഴയ ബോട്ട് ജെട്ടിയുടെ ഇരുനില കെട്ടിടം നവീകരിച്ചാണ് ഇവിടെ സമൃദ്ധി പ്രവർത്തനം ആരംഭിച്ചത്. 20 രൂപയ്ക്ക് ഇവിടെ ഊണ് ലഭിക്കും, 30 രൂപയ്ക്ക് പ്രാതലും. കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ പ്രീമിയം ഫുഡ് കോർട്ട് ഉണ്ടാകും. 100 രൂപയ്ക്കാണ് ഇവിടെ ഊണ് ലഭിക്കുക. വിദേശ വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാണ് പ്രീമിയം ഫുഡ് കോർട്ട് പ്രവർത്തിക്കുക. കായൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്നതാണ് പ്രത്യേകത. കുടുംബശ്രീ പ്രവർത്തകരായ 30 ജീവനക്കാരാണ് ഇവിടെ ഉണ്ടാകുക. ഇവർക്ക് നേരത്തെ പരിശീലനം നൽകിയിരുന്നു. എറണാകുളം പരമാര റോഡിലുള്ള സമൃദ്ധിയിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് ആദ്യഘട്ടത്തിൽ ഫോർട്ട് കൊച്ചിയിൽ നൽകുക. പിന്നീട് ഫോർട്ട് കൊച്ചിയിൽ തന്നെ പാചകം ചെയ്യും. ഫോർട്ട് കൊച്ചി സമൃദ്ധിയുടെ ഉദ്ഘാടനം KJ മാക്സി MLA നിർവഹിച്ചു. സമൃദ്ധി കൊച്ചിയിൽ തുടങ്ങിയപ്പോൾ സമൃദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ നന്നായി തന്നെ മേയറോട് വിശദീകരിച്ചു. സമൃദ്ധി തുടങ്ങുമ്പോൾ കൊച്ചി നഗരം ഇത്ര വൻ വിജയമാകുമെന്ന് ഉള്ള പ്രതീക്ഷകൾ തുടങ്ങിയെങ്കിലും അത് പ്രതീക്ഷയിലപ്പുറം വൻ വിജയമായി മാറി. സമൃദ്ധിയെപ്പറ്റി ഇന്ന് സ്റ്റേറ്റ് നമ്മുടെ കേരളം ആകമാനം വലിയ ചർച്ചയാണ്. ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ തിരുവനന്തപുരം മേയർ ഉൾപ്പെടെയുള്ളവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, കൊച്ചിയിലെ സമൃദ്ധിയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നവരെല്ലാവരും ഒരിക്കൽ പോലും അത് മറക്കില്ല. അതിൻ്റെ വലിയൊരു പ്രത്യേകത 20 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ്. ഏറ്റവും രുചികരവും ആയിട്ടുള്ള ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. സമൃദ്ധിയുടെ പ്രവർത്തനങ്ങൾ മേയർ പല മേഖലകളിൽ മാറ്റി സൂചിപ്പിച്ചില്ല. നേരത്തെ ഷിപ്പ് യാർഡിൽ വന്ന് GC ക്യാൻറ്റീനിൽ വന്ന് അപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ഒരിക്കൽ മേയർ പല കാര്യങ്ങൾക്ക് വരുമ്പോൾ മേയർ M അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഈ ഒരു കെട്ടിടം, നിങ്ങൾ ഈ കെട്ടിടത്തെ പറ്റി ഒന്ന് ആലോചിക്കും. ഈ കെട്ടിടം കൊച്ചി കോർപ്പറേഷന്റെ കെട്ടിടം ആ റോറോ ഇങ്ങോട്ട് വരുമ്പോൾ ലതാബാബു കുഴപ്പമില്ല, സദസ്സിൽ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് തൊഴുത് കാണിക്കണം. ഞാൻ നല്ലതേ പറയാറുള്ളൂ കുടുംബശ്രീയെ പറ്റി. നമ്മളെ റോറോ ഇങ്ങ് വരുമ്പോൾ ഏറ്റവും മോശമായ ഒരു കെട്ടിടമായിരുന്നു ഇത്. ആ കെട്ടിടമാണ് ബഹുമാന്യ ആന്റണി കുര്യത്തിലൂടെ പറഞ്ഞു. ആളുകൾക്ക് ചിലർക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹെറിറ്റേജിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ഇതുമായി സഹകരിച്ചിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ. വെറുതെ ഒരു നശിച്ച ഒരു കെട്ടിടം ഹെറിറ്റേജ് ആണെന്ന് പറഞ്ഞ് നിലനിർത്തുന്നതാണോ നല്ലത്, അതോ സമൃദ്ധി പോലെ നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന, ഉച്ചയ്ക്ക് ഒരു 20 രൂപയ്ക്ക് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിക്കും, ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറിലെ തൊഴിലാളിക്കും, ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് ഊണ് കൊടുക്കുന്ന ഒരു സ്ഥാപനം വരുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ വിചാരിക്കുന്നത് ഈ രണ്ടാമത് പറഞ്ഞാണ് ശരി. പക്ഷെ ഹെറിറ്റേജ് ഒരിക്കലും കളയാനും പാടില്ല. കാരണം ഹെറിറ്റേജ് നമ്മളെല്ലാവരും അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഫോർട്ട് കൊച്ചി ഇങ്ങനെ നിലനിൽക്കാൻ കാര്യം ആ ഹെറിറ്റേജ് പ്രാധാന്യം നിലനിർത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്രയും ടൂറിസ്റ്റുകൾ ഉള്ളത്. നമ്മളതുകൊണ്ട് ഇതിൽ വേറെ ഒന്നും മാറ്റം വരുത്തുന്നില്ല. ബോട്ട് ജെട്ടി തൊട്ടപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് റോറോ ജെട്ടിയുണ്ട്. അതിനൊന്നും ഒരു തരത്തിലൊരു ഈ കെട്ടിടത്തിൽ തന്നെ ഒരു മാറ്റവും വേറെ വരുത്തിയിട്ടില്ല. ഡെപ്യൂട്ടി മേയർ KA അൻസിയ മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CD വത്സലകുമാരി, TK അഷ്റഫ്, VA ശ്രീജിത്ത്, കൗൺസിലർമാരായ ആന്റണി കുരുത്തറ, ഷീബ ലാൽ, നബീസ ലത്തീഫ്, മിനി ജോഷി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമ്പിളി എന്നിവർ സംസാരിച്ചു. ഇത് ഹോട്ടലാക്കണോ അല്ലെങ്കിൽ ജെട്ടി ആക്കണോ കൺഫ്യൂഷൻ ആണ്. അല്ലെങ്കിൽ ഒരു ജെട്ടി നിൽക്കുമ്പോൾ ഒരു പൈതൃക നഗരം അത് ഹോട്ടലാക്കി മാറ്റുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളോടുള്ള സമീപനം ഇന്നും ഇന്നൊരാൾ വെച്ച് വളരെ സ്ട്രോങ് ആയിട്ട് മേയറിനൊരു കത്ത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പൈതൃക ബിൽഡിംഗ് ഹോട്ടലാക്കിയാലും ജെട്ടി മാറ്റിയാലും നമ്മൾ പറഞ്ഞ ജെട്ടി ഇവിടെ സൈഡിലുണ്ട്, തൊട്ടപ്പുറത്തൊരു ഫ്ലോട്ടിംഗ് ജെട്ടി വരുന്നുണ്ട്, പിന്നെ വേറെ അതിന് തൊട്ടടുത്തിന് വേറെ ജെട്ടികളുമുണ്ട്. അപ്പോൾ ജെട്ടിയുമായിട്ട് നമുക്ക് അങ്ങനെ ഇനി വേറെ വിഷയങ്ങൾ വരാൻ പോകുന്നില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ടൂറിസം ഏരിയ. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.